എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അപ്ലോഡ് ചെയ്ത പല വീഡിയോസിലും പുരുഷാവകാശ കമ്മീഷൻ എന്ന ആശയത്തെക്കുറിച്ചിട്ട് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ഒരു ആവശ്യത്തെക്കുറിച്ചിട്ട് ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിരുന്നു. അത് ഇത്തിരി വൈകിപ്പോയി. ഈ ഒരു വീഡിയോയിൽ ഞാൻ അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കുകയാണ്. പുരുഷാവകാശ കമ്മീഷൻ ഉന്നയിക്കപ്പെടുന്നത് ചില പ്രത്യേക മേഖലകളിൽ നിന്നാണ്. പലപ്പോഴും ഏതെങ്കിലുമൊക്കെ ഒരു കേസിൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ പിടിക്കപ്പെടും എന്ന അവസ്ഥയാവുന്ന സമയത്താണ് ചില ആളുകൾ ഇത്തരത്തിലുള്ള ഒരു ആവശ്യവുമായി മുന്നോട്ടേക്ക് ഇറങ്ങുന്നത്. പുരുഷന്മാർക്കും എല്ലാ ജെൻഡറിനും ഓരോ തരം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പുരുഷന്മാരിൽ പല ആളുകളെയും ഇപ്പോൾ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് ഫേക്ക് ആയിട്ടുള്ള റേപ്പ് അലിഗേഷൻസ്, ഡൊമസ്റ്റിക് വയലൻസ് അലിഗേഷൻസ്, കുടുംബത്തെ മുഴുവൻ പെടുത്തുന്ന തരത്തിലേക്കുള്ള ഡൊമസ്റ്റിക് വയലൻസ് അബ്യൂസ് ആരോപണങ്ങൾ എന്നീ കാര്യങ്ങളൊക്കെയാണ്. പലപ്പോഴും ഏറ്റവും കൂടുതൽ റീസെൻ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് വിവാഹ ബന്ധം വേർപെടുത്തുന്നതിനോട് അനുബന്ധിച്ചിട്ട് ഉണ്ടാവുന്ന ഭീമമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കലാണ്. അലിമണി എന്ന് പറയുന്ന ഒരു കാര്യം. പല ആളുകളും ഈ ഒരു അലിമണിക്ക് വേണ്ടി വിവാഹം ചെയ്ത് പുരുഷന്മാരെ പെടുത്തുന്ന ചില സാഹചര്യങ്ങൾ വരെ റീസെൻ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പുരുഷന്മാർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയാണ് പുരുഷാവകാശ കമ്മീഷൻ പല ആളുകളും ഒരാശയമായിട്ട് മുന്നോട്ടേക്ക് വയ്ക്കുന്നത്. കേൾക്കുമ്പോൾ പുരുഷന്മാർക്ക്, ആൺകുട്ടികൾക്ക് വലിയ സന്തോഷം തോന്നുന്ന ഒരു ആശയമാണ്, അതൊരു ആവശ്യമായിട്ടൊക്കെ തോന്നും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെ നിന്നാണ് ഈ പുരുഷ കമ്മീഷൻ എന്നൊരു ആശയം പല ആളുകളുടെയും ഉള്ളിലേക്ക് വരുന്നത്? അത് വനിതാ കമ്മീഷന്റെ പ്രവർത്തനം കാണുന്ന സമയത്താണ്. വനിതാ കമ്മീഷൻ സ്വമേധയാ കേസ് എടുക്കുന്നു. വനിതാ കമ്മീഷൻ വനിതകളുടെ പ്രശ്നത്തിലേക്ക് സ്വമേധയെ ഇടപെടുന്നു. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങൾ പുരുഷന്മാർക്കും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലതാണല്ലോ എന്നുള്ളതാണ് ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഭരണഘടനയുടെ ചില ആർട്ടിക്കിൾസും പ്രൊവിഷൻസും ഒക്കെ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ഒരു ആശയം പ്രാവർത്തികമാവുന്നത്, അത് നടന്നു മുന്നോട്ടേക്ക് പോകുന്നത്. ആർട്ടിക്കിൾ 15 കൃത്യമായി എല്ലാ പൗരന്മാർക്കും തുല്യ നീതി ഉറപ്പുവരുത്തുന്നുണ്ട്. അതിൽ ജെൻഡർ ഭേദമന്യേ മതത്തിന്റെയും ജാതിയുടെയും ഒരു വേർതിരിവുകളുമില്ലാതെ എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നുണ്ട്. ആർട്ടിക്കിൾ 15 ക്ലോസ് 3 കൃത്യമായിട്ട് മറ്റൊരു കാര്യം എടുത്തു പറയുന്നുണ്ട്. നത്തിങ് ഇൻ ദിസ് ആർട്ടിക്കിൾ ഷോൾ പ്രിവെന്റ് ദ സ്റ്റേറ്റ് ഫ്രം മേക്കിംഗ് എനി സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ. ഇതെന്തിനാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്? അന്ന് മുതൽ ഇന്ന് വരെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുല്യത എന്ന് പറയുന്നത് ഭരണഘടനയിൽ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും തുല്യത എന്ന് പറയുന്നത് സമൂഹത്തിൽ പൂർണ്ണമായിട്ട് പ്രാവർത്തികമാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ആർട്ടിക്കിൾ 15 ക്ലോസ് 3 മാത്രമല്ല, വനിതാ കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള പ്രൊവിഷൻസ് വേറെ ഒത്തിരിയുണ്ട്. ആർട്ടിക്കിൾ 14 ഉണ്ട്, ഗ്യാരണ്ടീസ് ഇക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ. ആർട്ടിക്കിൾ 21 ഉണ്ട്, ഗ്യാരണ്ടീസ് ദ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്ത് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 39A ഡയറക്ട്സ് ദ സ്റ്റേറ്റ് ടു എൻഷുർ ദാറ്റ് മെൻ ആൻഡ് വിമൻ ഈക്വലി ഹാവ് ദ റൈറ്റ് ടു an adequate means of livelihood. Article 39D mandates equal pay for equal work for both women and men. Article 42 directs the state to make a provision for securing just and humane condition of work and maternity relief. Article 51A clause E പറയുന്നുണ്ട്, it is the duty of every citizen to renounce practices derogatory ടു ദ ഡിഗ്നിറ്റി ഓഫ് വിമൻ. വനിതാ കമ്മീഷൻ എന്ന ആശയത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത്രയധികം കാര്യങ്ങൾ ഭരണഘടനയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ പുരുഷാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള യാതൊന്നും എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനയിൽ ഇല്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുരുഷന്മാർക്ക് മാറിയ കാലത്തിനനുസരിച്ചിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്നാലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, അതേപോലെ തന്നെ അവരെ എപ്പോഴും രണ്ടാം തരക്കാരായി നോക്കിക്കാണുന്ന ആ ഒരു രീതി കാലങ്ങളായിട്ട് തുടരുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മളിൽ ചില ആളുകളുടെ കുടുംബങ്ങളിൽ, നമ്മളിൽ ചില ആളുകളുടെ ചുറ്റുപാടുകളിൽ ഒരേ തരക്കാരായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിലും നമ്മളുടെ കുറച്ച് പരിഷ്കൃത സമൂഹങ്ങളിൽ സ്ത്രീകൾക്ക് കുറച്ചും കൂടെ കൂടുതൽ സാധ്യതകൾ എല്ലാ മേഖലകളിലും കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇന്ത്യ മുഴുവനുള്ള സ്ഥിതി അങ്ങനെയല്ല. ഇനി വളരെ റഫായിട്ട് ചില വാർത്തകളുടെയും ഡാറ്റകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ റഫായിട്ട് തന്നെ നോക്കിയാൽ മതി. കാരണം നിസ്സംശയം നമുക്ക് പറയാൻ പറ്റുന്ന സംഗതികളാണല്ലോ. കാരണം ആ ഒരു കമ്പാരിസൺ ഒന്നും ഒരിക്കലും തെറ്റാനായിട്ടുള്ള സാധ്യതയില്ല. ഇപ്പോൾ ലൈംഗിക അതിക്രമങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം പുരുഷന്മാർക്കെതിരെ ഉണ്ടാവുന്നുണ്ട്, അത് റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളൊരു സിസ്റ്റം ഇല്ല. റേപ്പ് എന്ന് പറയുന്നത് മെൻ ടു വുമൻ മാത്രമായിട്ടേ നമ്മുടെ നിയമങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളൂ എന്നൊക്കെ ഉള്ളത് ഒരു ന്യൂനതയായിട്ട് ആളുകൾ പറയുന്നുണ്ട്. അതൊരു ന്യൂനത തന്നെയാണ്.
അതിൽ പോക്സോ മാത്രമാണ് നമുക്ക് ജെൻഡർ ന്യൂട്രലായിട്ട് നിലനിൽക്കുന്നത്. അവിടെ ഇപ്പോൾ ആൺകുട്ടിക്കാണെങ്കിലും പെൺകുട്ടിക്കാണെങ്കിലും മുതിർന്ന സ്ത്രീയിൽ നിന്നോ പുരുഷനിൽ നിന്നോ അതിക്രമം നേരിട്ട് കഴിഞ്ഞാൽ ഒരേ രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ 18 വയസ്സിന് ശേഷമുള്ള ആൺകുട്ടികൾക്കും പുരുഷന്മാർക്കും ഒക്കെ എതിരെ ഉണ്ടാവുന്ന ലൈംഗിക അതിക്രമങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ളൊരു സിസ്റ്റം ഇല്ല. ആ ഒരു ന്യൂനത അവിടെ നിലനിൽക്കുമ്പോഴും നമ്മൾ പുരുഷ കമ്മീഷൻ വേണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുമ്പോഴും വളരെ റഫായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. റീസെൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള റേപ്പ് ആൻഡ് മർഡേഴ്സ് ഏത് ജെൻഡറിനാണ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്? അത് സ്ത്രീകൾക്ക് തന്നെയാണ്. ഇതിൻ്റെ ഒരു അനുപാതം എന്നും പ്രശ്നമാണ്. ഇപ്പോൾ ഭരണഘടനയൊക്കെ രൂപീകരിക്കുന്ന ആ ഒരു സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭരണഘടനാ ശില്പികൾ നോക്കി കണ്ടിരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ചൈൽഡ് മാരേജ് അന്ന് വലിയ ഒരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ചൈൽഡ് മാരേജ് കേസുകളൊക്കെ ഉണ്ടായിരുന്നു. വളരെ റീസെൻ്റ് ആയിട്ട് പോലും ഈ 10 വർഷത്തിനിടയിൽ പോലും ഉണ്ടായിരുന്നു. ഇപ്പോഴും പല കുട്ടികളും വിവാഹം എന്ന് പറയുന്നത് ലീഗലി അല്ല എങ്കിൽ കൂടെ വേറൊരു രീതിയിലൊക്കെ നടത്തപ്പെടുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പ്രഗ്നൻ്റ് ആവുന്ന സമയത്താണ് നമ്മളിൽ പല ആളുകളും വാർത്തകളിൽ കൂടെ അതറിയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഇപ്പോൾ 1970 ആ ഒരു സമയത്തൊക്കെ വളരെയധികം രൂക്ഷമായിരുന്നു സ്ഥിതി എന്ന് പറയുന്നത്. അതേപോലെ സതി എന്ന് പറയുന്ന ഒരു കാര്യം നിരോധിക്കുന്നത് അതിനെത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് എന്നുണ്ടെങ്കിലും ആ ഒരു കാലഘട്ടം വരെ അത് തുടരുന്ന ചില രീതികളുണ്ടായിരുന്നു. ഈ സതി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഒരു പുരുഷൻ മരിക്കുന്നു, വിധവയായിട്ടുള്ള ആള്, വിധവയാവാൻ പോകുന്ന ആള് നേരെ ആ തീയിലേക്ക് ചാടി മരിക്കുന്നു. പക്ഷേ നമ്മൾ അത് നിർത്തലാക്കിയതിന് ശേഷവും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഈ വിധവകൾ പിന്നീട് സതി കമ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് എങ്ങനെ ജീവിക്കും? വിധവകൾക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം അധികം കാലമൊന്നും ആയില്ല ഇന്ത്യയിൽ ഉണ്ടായി തുടങ്ങിയിട്ട്. വളരെ റീസെൻ്റ് ആണ്. ഇപ്പം പലപ്പോഴും നമ്മളുടെയൊക്കെ ബാല്യകാലങ്ങളിൽ പോലും കഷ്ടതകൾ വർണ്ണിക്കുന്ന സമയത്ത് ആളുകൾ പറഞ്ഞിരുന്നത് എന്താണ്? ഭർത്താവ് മരിച്ചു, ഈ 2 കുട്ടികളെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഭർത്താവ് മരിച്ചു, ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് കണ്ടു, ഈ 5 കുട്ടികളെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ ഞാൻ ജീവിക്കും? നിങ്ങൾ എന്നെ സഹായിക്കണേ. വിവാഹം കൊണ്ട്, ഗർഭം ധരിക്കൽ കൊണ്ട് ഒരു സ്ത്രീ 5 കുട്ടികൾ ഉണ്ടായതിനു ശേഷം നിസ്സഹായമായിട്ട് മാറുകയാണ്. അപ്പോൾ അവർക്ക് പുനരധിവാസം എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ പിന്നെയും കുറച്ചും കൂടെ ഈസിയാണ്. അവർക്ക് ജോലി ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അന്ന് അങ്ങനെ ജോലിക്ക് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ വിധവയായിട്ടുള്ള ആൺതുണ എന്നൊക്കെ പറയും, അത് ഇല്ലാത്ത ഒരു സ്ത്രീ അന്നൊക്കെ ജോലിക്ക് പോവുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് ധാരാളം ചൂഷണങ്ങളൊക്കെ നേരിടേണ്ടി വന്നിരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ പോഷ് ആക്ട് ഒക്കെ വരുന്നത്. വൈശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്നൊക്കെ ഉള്ളൊരു കേസ് കേട്ടിട്ടില്ലേ? കാലങ്ങളായിട്ട് പലവിധ പ്രശ്നങ്ങളെയാണ് സ്ത്രീകൾ, കുട്ടികൾ എന്ന ആ ഒരു വിഭാഗത്തിന്റെ കാര്യത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഇതിൽ കൂടുതലൊക്കെ പറഞ്ഞാൽ ആളുകൾ എന്നെ മനുഷ്യത്വം ഇല്ലാത്തവനായിട്ടൊക്കെ കൺസിഡർ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം രാഹുൽ ഈശ്വറൊക്കെ പറയുന്ന കാര്യങ്ങളുടെ കമന്റ് ബോക്സിൽ അത്രയധികം സപ്പോർട്ടാണ് അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യത്വം, ഹ്യൂമൻ റൈറ്റ്സ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന പല പ്രശ്നങ്ങളും ജെൻഡർ ഭേദമന്യേ എല്ലാ ആളുകൾക്കും ഫേസ് ചെയ്യേണ്ടി വരാറുള്ള പ്രശ്നങ്ങളാണ്. അതിനകത്ത് റേപ്പ് അലിഗേഷനും അതേപോലെ തന്നെ ഡൊമസ്റ്റിക് വയലൻസ് പോലെയുള്ള കാര്യങ്ങളും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എല്ലാ ആളുകൾക്കും ഒരേപോലെ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഭരണഘടന എല്ലാ ആളുകൾക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഒരു രാജ്യത്ത് ആ ഒരു പ്രശ്നങ്ങളെ, ഇപ്പോൾ പുരുഷന്മാരുടെ പ്രശ്നങ്ങളെ കൂടെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഒരു സിസ്റ്റം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആവശ്യം പ്രാവർത്തികമാക്കിയെടുക്കാൻ വരുന്ന സാധ്യതകൾ നമുക്കില്ല. അതൊക്കെ വലിയ പൊളിച്ചെഴുത്തലുകൾ വേണ്ടി വരുന്ന സംഗതികളാണ്. എന്നാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന യാതൊന്നും ഈ ആവശ്യം ഉന്നയിക്കുന്ന ആളുകളുടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡാറ്റ ഉണ്ടോ? ഡാറ്റ ഇല്ല. സ്റ്റഡി ഉണ്ടോ? ഇല്ല. റിസർച്ച് ഉണ്ടോ? ഒന്നുമില്ല. നമ്മൾ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വൈകാരിക പ്രകടനങ്ങൾ കൊണ്ട് ഒരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് ഉന്നയിക്കാം എന്നുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ തെരുവിൽ ഉച്ചവയ്ക്കാം എന്നുള്ളതേ ഉള്ളൂ. പ്രാവർത്തികമാക്കാൻ വേണ്ടി പറ്റില്ല. പുരുഷന്മാരുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് പലതവണ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും ഇങ്ങനെ തലയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതനുസരിച്ചിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് പല ആളുകൾക്കും ഒരു കഴിവില്ലാത്തതുകൊണ്ട് വീണ്ടും വന്നിട്ട് പറയും, നിങ്ങൾ പുരുഷന്മാരുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഫോൾസ് അലിഗേഷൻ, മിസ്യൂസ് ഓഫ് ലോസ് സച്ച് എസ് IPC സെക്ഷൻ 498A BNSൽ ഏതാണ് എന്നുള്ളത് നോക്കണം. ഡൗറി ഹരാസ്മെന്റ് ആൻഡ് ദ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഹാസ് ലെഡ് ടു റോങ്ഫുൾ അക്യൂസേഷൻ അഗൈൻസ്റ്റ് മെൻ. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഡൊമസ്റ്റിക് വയലൻസ് അലിഗേഷൻസ് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ ഒരു നിയമ ഭേദഗതിയാണ് വേണ്ടത്. അതേപോലെ തന്നെ ഇതുപോലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, കേസുകൾ വരുന്ന സമയത്ത് അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയും അവർക്കൊരു നിയമപരിരക്ഷ കൊടുക്കാൻ വേണ്ടിയുമുള്ള ഒരു സംവിധാനമാണ് വേണ്ടത്. വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജെൻഡറിന് വേണ്ടി അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കമ്മീഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വേറെയാണ്.
ഇപ്പോൾ നിയമപരീക്ഷ കൊടുക്കാനാണെങ്കിൽ വേറെ ഒരു എൻറ്റിറ്റിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് ഡയറക്റ്റ് ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അതിപ്പോൾ ഈ മുന്നോട്ടേക്ക് വന്ന ആവശ്യം ഉന്നയിക്കുന്ന ആളുകൾ രൂപീകരിച്ചാലും മതി. ഇപ്പോൾ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഉണ്ടല്ലോ, ഈ പടക്കം പൊട്ടിക്കാനും മാല ഇടാനായിട്ടും ഏതെങ്കിലും സ്ത്രീകൾ അതിക്രമത്തിനെതിരായി പരാതി കൊടുക്കുന്ന സമയത്ത് അവരെ തെറിവിളിക്കാനും പോവാതെ അവിടെ ഇവർക്ക് നിയമപരിരക്ഷ കൊടുക്കാം, അവർക്ക് മെൻ്റൽ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാം, നിയമ ഭേദഗതിക്ക് വേണ്ടി ന്യായമായിട്ടുള്ള കേസുകളെ മുന്നോട്ടേക്ക് കൊണ്ടുവരാം, റിപ്പോർട്ട് ചെയ്യട്ടെ. ഡൊമസ്റ്റിക് വയലൻസ് പുരുഷന്മാർക്കും ഉണ്ടാവുന്നുണ്ട് എന്ന് തുറന്നുള്ള പറച്ചിലുകൾ ഉണ്ടാവട്ടെ, അവരും കേസുകൾ ഫയൽ ചെയ്യട്ടെ. അവർ ഡിസ്ക്രിമിനേഷൻ അവരുടെ ജെൻഡറിൻ്റെ പേരിൽ ഒരു വീട്ടിൽ നിന്നുണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പറയട്ടെ. തുറന്നു പറയുന്ന ആളുകൾ പുറത്തേക്ക് വരുന്നില്ല. ആൺകുട്ടികൾ ആരെങ്കിലും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആ ഒരു കൂട്ടത്തിലുള്ള ആണുങ്ങൾ തന്നെ ഷെയിം ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഇഷ്യൂ കേരളത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലും ഇഷ്ടം പോലെ ആണുങ്ങൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. റീസണായിട്ട് പറയുന്നത് ഫിനാൻഷ്യൽ പ്രഷർ, മെൻ്റൽ പ്രഷർ, ജോബ് സ്ട്രെസ്, ഫാമിലി പ്രഷർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയും ശരിക്കും പുരുഷ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ആവശ്യം മുന്നോട്ടേക്ക് വെക്കുമ്പോഴത്തേന് അത് എങ്ങനെയാണ് അവർ സോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്? നമ്മുടെ ഇവിടെ സ്ത്രീകൾക്ക് അമിതമായിട്ടുള്ള പരിഗണന ചിലയിടങ്ങളിൽ മാത്രമായി കൊടുക്കുന്ന ഒരു പുരുഷാധിപത്യ മെൻറ്റാലിറ്റി ഉണ്ട്. അവർ ജോലിക്ക് പോകുന്നത് ഓപ്ഷണലാണ്, ജോലിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല. അവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അലങ്കാരമാണ്, അതൊരു ആവശ്യമല്ല. ഇപ്പോൾ ഒരു ഈവൻ അവർക്ക് സ്വന്തമായിട്ടൊരു വീടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു സേവിങ്സോ പോലും ഇവിടെ ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു പുരുഷന് വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ അവനൊന്ന് സെറ്റിലൊക്കെ ആവണമെന്ന് ആളുകൾ ആവശ്യം ഉന്നയിക്കും. എന്നാൽ സ്ത്രീയുടെ കാര്യത്തിൽ അങ്ങനെയുള്ള ഒരു ആവശ്യവും ആളുകൾ ഉന്നയിക്കാറില്ല. ഒരേ വിദ്യാഭ്യാസമുള്ള ഒരേ പ്രായമുള്ള സ്ത്രീയും പുരുഷനും വിവാഹത്തിലേക്ക് കടക്കുന്ന സമയത്ത് രണ്ടായിട്ടാണ് സമൂഹത്തിന് മുൻപിൽ കൺസിഡർ ചെയ്യപ്പെടുന്നത്. അത് നിയമത്തിന് മുൻപിലല്ല. ഒരേപോലെ സെറ്റിലായിട്ടുള്ള ആളുകൾ, ഒരേ സാമ്പത്തിക ചുറ്റുപാട്, സ്വന്തമായിട്ടുള്ള രണ്ടാളുകൾ വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ഫിനാൻഷ്യൽ സ്ട്രെസ് കുറഞ്ഞു കിട്ടും. ഇതങ്ങനെയൊന്നും അല്ലല്ലോ. ഇത് ഒരാളെ കൂടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരികയാണ്, അയാളെ നോക്കണം. അതേപോലെ തന്നെ വിവാഹം എന്ന് പറയുന്ന ആ ഒരു നടപടിക്ക് ശേഷം ഉണ്ടാകുന്ന മറ്റാളുകൾ, വിദ്യാഭ്യാസം, കുട്ടികൾ, അങ്ങനെയുള്ള കാര്യം നോക്കണം. പിന്നെ അതൊരു വലിയ ഉത്തരവാദിത്വമായിട്ട് മാറുകയാണ്. ഒരേ തരത്തിൽ സ്ത്രീയെയും പുരുഷനെയും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് സമൂഹമാണ് കൺസിഡർ ചെയ്യേണ്ടത്. കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡിമാൻഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കാനായിട്ട് പറ്റത്തില്ല. ഇതിപ്പോൾ പെൺകുട്ടികൾക്ക് ഡിമാൻഡ് അല്ലേ, പുരുഷൻ ഇത്ര സാലറി വേണം, ഇത്ര ചുറ്റുപാട് വേണം. എന്തുകൊണ്ടാണ് അവർ ആ ഒരു ഡിമാൻഡ് വയ്ക്കുന്നത്? കൊടുക്കാൻ ആളുണ്ടെന്നേ. ഇപ്പോൾ ഈ ഡിമാൻഡുള്ള പുരുഷന്മാരും ഡിമാൻഡ് ഇല്ലാത്ത പുരുഷന്മാരും രണ്ട് ജെൻഡറിൻ്റെ കാര്യത്തിലും ഒരേ തരത്തിലുള്ള ഡിമാൻഡുകൾ ഉന്നയിക്കാത്ത സമൂഹമാണ് ഈ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അവിടെ ഇപ്പോൾ പുരുഷ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ ചിന്താഗതി മാറണമെന്നുണ്ടെങ്കിൽ എന്ത് നടക്കണം? ഈ പുരുഷാധിപത്യം, ഞങ്ങളങ്ങ് അധിപതികളായിക്കോളാം എന്ന് പറയുന്ന ചിന്ത മാറണം. അവിടെയും ഒരു പുരുഷാവകാശ കമ്മീഷന് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് അബ്യൂസ് എന്ന് പറയുന്ന കാര്യം ഈ പ്രൈമറി വിക്ടിംസായിട്ട് സ്ത്രീകളെ കൺസിഡർ ചെയ്യുമ്പോഴും ഇപ്പോൾ ഈ നിയമത്തിൻ്റെ ഒരു സാധ്യതകളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കുറേയധികം ആളുകൾ പുരുഷന്മാരെയും കാര്യമായിട്ട് തന്നെ മർദ്ദിക്കുന്നുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ് നല്ല ഇടിയാടി അതിനൊക്കെയാണല്ലോ നിങ്ങളിങ്ങനെ പറയുന്നത്. അക്രമം പുരുഷന്മാർക്കും നേരിടേണ്ടി വരാറുണ്ട്. റെയർ ആയിരിക്കാം, നമ്മുടെ ചുറ്റുപാടുകളിൽ റെയർ ആയിരിക്കാം. പക്ഷെ അങ്ങനെയുള്ള പല ആളുകളും തുറന്ന് പറയുന്നില്ല, തുറന്ന് പറയാനായിട്ടുള്ള സിസ്റ്റം അവർക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഒരു പുരുഷാവകാശ കമ്മീഷൻ വന്നാലും അത് പ്രാവർത്തികമാവാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റിഗ്മയുണ്ട്. ഇപ്പോൾ പുരുഷൻ ഭയങ്കര പവർഫുള്ളാണ്. ഇപ്പോൾ ഒരേ സൈഡിൽ കൂടെ തന്നെ വീക്കാണെന്നും പറയും, ഒരേ സൈഡിൽ കൂടെ തന്നെ പവർഫുൾ ആണെന്നും പറയും. ഇപ്പോൾ ഒരേ സൈഡിൽ സിഗ്മ പ്രൊമോട്ട് ചെയ്യും, ഒരു സൈഡിൽ വന്നിട്ട് കരയും. അങ്ങനെ മറ്റേ അന്യന് റമോയും കളിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പറയണം, നമ്മൾ സാധാ മനുഷ്യന്മാരാണ്, ഇന്ന പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വരാറുണ്ട്. ഇപ്പം സ്ത്രീകളൊക്കെ ഫേസ്ബുക്കിൽ ലൈവ് ഇടാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ പുരുഷന്മാർ എന്തുകൊണ്ട് ലൈവ് ഇടുന്നില്ല? ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കടുത്ത ഫിസിക്കൽ വയലൻസ് നേരിടേണ്ടി വരാറുണ്ട്, ഇവിടെ നിയമങ്ങളില്ല, എല്ലാവരും ഒന്ന് ഇനീഷ്യേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞ് പുരുഷന്മാർ മുന്നോട്ടേക്ക് വരട്ടെ. അവർ വന്നു കഴിഞ്ഞാൽ അവനെ ശക്തിയില്ലാത്തവനായിട്ടും വീക്കായിട്ടും അവനൊരു വെറും പേടിത്തൊണ്ടനായിട്ടും ഒക്കെ ആളുകൾ ഇങ്ങനെ ഷെയിം ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇവർ തുറന്നു പറയാത്തെന്നുള്ളത്. പ്രശ്നങ്ങൾ തുറന്നു പറയാൻ വേണ്ടി ഞാൻ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നു. ഈ പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞ നിലവിളി കൂട്ടാതെ അവരും പ്രോത്സാഹിപ്പിക്കുക, തുറന്ന് പറയാൻ വേണ്ടി പറയുക. കമ്മീഷൻ ഉണ്ടായതിനു ശേഷം മാത്രമേ ഞങ്ങൾ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് പഠിക്കൂ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു സംഘം ഉണ്ടല്ലോ, നിങ്ങളിങ്ങനെയുള്ള പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ പുറത്തേക്ക് എത്തിക്കേ. ഇതിപ്പോൾ ഏതെങ്കിലുമൊക്കെ ബോസയെ പിടിക്കുന്ന സമയത്തും സവാദിനെ പിടിക്കുന്ന സമയത്തും വന്ന് ഉന്നയിച്ചിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സംഭവങ്ങൾ എടുത്തു വെച്ച് പറഞ്ഞിട്ട് നമുക്കൊരു കമ്മീഷൻ പ്രാവർത്തികമാക്കാൻ വേണ്ടി പറ്റില്ല. നമുക്കിങ്ങനെ ഒത്തിരിയധികം കേസുകൾ പുറത്തേക്ക് വന്ന് പരാതിയായിട്ട് പറയണം, അല്ലെങ്കിൽ അനുഭവങ്ങൾ തുറന്നു പറയണം. ഇപ്പോൾ അതുൽ സുഭാഷിൻ്റെ കേസ്
ഒന്നാലോചിച്ച് നോക്കി, അതുൽ സുഭാഷിൻ്റെ കേസ് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കുറിപ്പ് എഴുതി വെച്ചു എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് അത് സംഭവിച്ചത്. ഇതുപോലുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ടെന്നേ. ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് മറ്റൊരാളാൽ ജീവഹാനി ഉണ്ടാവുന്ന സാഹചര്യത്തിലേക്ക് അധികം ആളുകൾ വരാത്തത് കൊണ്ടാണ്, അങ്ങനെയുള്ള കേസുകൾ വരാത്തത് കൊണ്ടാണ് ശക്തമായിട്ടുള്ള സിസ്റ്റം വരാത്തത്. മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമാണ്, കൂടുതലായി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമാണ്, അതിങ്ങനെ സ്ഥിരമായി നടക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഒരു കമ്മീഷനൊക്കെ പലപ്പോഴും വരുന്നത്. ഇപ്പോൾ വനിതാ കമ്മീഷനൊക്കെ അങ്ങനെയാണല്ലോ, അത് വന്നിട്ട് പോലും മർഡർ കുറയുന്നില്ല. എത്ര റേപ്പ് ആൻഡ് മർഡർ കേസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പുരുഷന്മാർക്ക് ആത്മഹത്യയും അതേപോലെ തന്നെ ഈ ചെറിയ അതൃപ്തിപ്പെടലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നിവിൻ പോളി കേസ് അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി കൊടുത്തു. ആ സ്ത്രീ കള്ളമാണ് പറഞ്ഞെന്നുള്ളത് വെളിവായി. എന്നാൽ ആ സ്ത്രീക്കെതിരെ വ്യാജ പരാതി കൊടുത്തതിന്, അദ്ദേഹത്തിനെ ഡിഫെയിം ചെയ്തതിന് ഒരു കേസ് അയാൾ ഫയൽ ചെയ്തു, നിവിൻ പോളി ഫയൽ ചെയ്തു. എപ്പോഴും രാഹുൽ ഈശ്വരൊക്കെ ഉന്നയിക്കപ്പെടുന്ന ഒരു കാര്യമാണ്, ഫയൽ ചെയ്തു. സ്വമേധ അങ്ങനെ കേസെടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം നമുക്കില്ല. സ്വമേധ കേസെടുക്കണം എന്നുണ്ടെങ്കിൽ അത്ര വലിയ ക്രൂരതയൊക്കെ ആയിരിക്കണം. ഡിഫമേഷൻ എന്നൊക്കെ പറയുന്നത് സ്വന്തം റെപ്യൂട്ടേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തമാണ്. എനിക്കെതിരെ ഉണ്ടായ ഡിഫമേഷന് ഞാൻ കേസ് കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. പുരുഷാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടല്ല ഞാൻ കേസ് കൊടുത്തത്, അതെൻ്റെ ഉത്തരവാദിത്തം ആയതുകൊണ്ട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഞാനതിന് എതിരെ പോയി എനിക്ക് ന്യായമായിട്ട് നിയമത്തിൻ്റെ ഭാഗത്തു നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഇതൊക്കെ നമ്മൾ ഇറങ്ങി ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തം കൂടെയാണ്. അല്ലാതെ പുരുഷാവകാശ കമ്മീഷൻ വന്നിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ വീട്ടിൽ വന്ന് എല്ലാവരുടെയും വീട്ടിൽ വന്നിട്ട് ചോദിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾ പറയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണ്. അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കുറിപ്പായിട്ട് എഴുതി വയ്ക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതേപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ പ്രമുഖൻ ഏതെങ്കിലും സ്ത്രീക്കെതിരെ അതിക്രമം അവർ പരാതി കൊടുക്കുന്ന സമയത്ത് തോന്നേണ്ട ഒരു സംഗതിയല്ല പുരുഷാവകാശം എന്നൊക്കെ പറയുന്ന സംഗതി. അത് പുരുഷന്മാരുടെ പ്രശ്നങ്ങളിൽ തോന്നേണ്ടതാണ്, ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട് തോന്നേണ്ട സംഗതികളല്ല. ആൾക്കാർ വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ, അതേപോലെ തന്നെ ഏതെങ്കിലും റേപ്പ് അലിഗേഷൻ വരുന്ന സമയത്തൊക്കെ തോന്നേണ്ട സംഗതികളല്ലേ ഈ പുരുഷാവകാശം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അവിടെയാണ് ഇത് ഏറ്റവും വില കുറഞ്ഞ ഒരു ആവശ്യമായിട്ട് നമുക്ക് തോന്നുന്നത്. ഇപ്പം ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് പറയേണ്ട സമയത്ത് പറയണം. അല്ലാതെ സൈബർ ആക്രമണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ട് ഈ അമ്പിയും അന്യനും കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.